അരനൂറ്റാണ്ടുകാലമായി കാത്തിരുന്ന ആ ഉടമസ്ഥാവകാശ രേഖ കൈമാറുന്നതിന് വേണ്ടി ഭൂസമര പോരാട്ടത്തിന്റെ മുന്നണി പോരാളിയും വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റുമായ ഹമീദ് വാണിയമ്പലത്തെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ 10 കുടുംബങ്ങൾക്കുള്ള രജിസ്റ്റർ ചെയ്ത ആധാരം ഇവിടെ വെച്ച് കൈമാറുകയാണ്. ആദ്യം മാറ്റപ്പടികയിൽ സെയ്ദ് മുഹമ്മദ് മകൻ ഹസൻ മുഹമ്മദ് സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലത്തിൽ നിന്ന് അവരുടെ ഭൂ ഉടമസ്ഥ രേഖ ഏറ്റുവാങ്ങുന്നു. ഇൻക്ലാബ് സിന്ദാബാദ്, വെൽഫെയർ പാർട്ടി സിന്ദാബാദ്, സമരം സിന്ദാബാദ്, സമരം സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, വെൽഫെയർ പാർട്ടി സിന്ദാബാദ്, സമരം സിന്ദാബാദ്. ഭൂമിക്കായി മനുഷ്യ മക്കൾക്ക് അഭിവാദ്യങ്ങൾ. അടുത്തതായി പാടത്ത് വീട്ടിൽ മാമ്പി മകൾ കുഞ്ഞുകുട്ടി, പാടത്ത് വീട്ടിൽ മാമ്പി മകൾ കുഞ്ഞുകുട്ടി സംസ്ഥാന പ്രസിഡന്റ് അവരുടെ ഏറ്റുവാങ്ങുന്നത്. പാടത്ത് വീട്ടിൽ മാമ്പി മകൾ കുഞ്ഞുകുട്ടിയും അവരുടെ കുടുംബവും ചേർന്ന് സംസ്ഥാന പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് അവരുടെ രേഖ ഏറ്റുവാങ്ങുന്നു. സൂര്യനെ പോൽ നിറവെളിച്ചം, പുതിയ സൂര്യനെ പോൽ നിറവെളിച്ചം. വെൽഫെയർ പാർട്ടി സിന്ദാബാദ്, വെൽഫെയർ പാർട്ടി സിന്ദാബാദ്, വെൽഫെയർ പാർട്ടി സിന്ദാബാദ്, വെൽഫെയർ പാർട്ടി സിന്ദാബാദ്. അടുത്തത് കുട്ടത്തുപടി ചക്കൻ മകൾ രാധയും കുടുംബവും ചേർന്നുകൊണ്ട്, കുട്ടത്തുപടി ചക്കൻ മകൾ രാധയും കുടുംബവും ചേർന്നുകൊണ്ട് പടനായകനും വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റുമായ ഹമീദ് വാണിയമ്പലത്തിൽ നിന്ന് അവരുടെ വീടിന്റെയും ഭൂമിയുടെയും ഉടമസ്ഥ രേഖ ഏറ്റുവാങ്ങുകയാണ്. സ്നേഹപ്രസാദസാരം വെൽഫെയർ പാർട്ടി സിന്ദാബാദ്, സമരം സിന്ദാബാദ്. പ്രതീക്ഷതൻ സംഘശക്തി അധികാര ഗർവിന്റെ നോട്ടം. അടുത്തതായി മാക്കോത്തേൽ പറമ്പിൽ തുപ്രൻ ഭാര്യ തങ്ക അവരുടെ കുടുംബവും ചേർന്നുകൊണ്ട്, മാക്കോത്തേൽ പറമ്പിൽ തുപ്രൻ ഭാര്യ തങ്കയും കുടുംബവും ചേർന്നുകൊണ്ട് വെൽഫെയർ പാർട്ടി സംസ്ഥാന വെൽഫെയർ പാർട്ടി രേഖ ഏറ്റുവാങ്ങുന്നു. ഭൂസമരം സിന്ദാബാദ്, അടുത്തത് മാടേക്കാട്ട് പറമ്പിൽ കാളിമകൻ ചാത്ത, മാടേക്കാട്ട് പറമ്പിൽ കാളിമകൻ ചാത്തയും കുടുംബവും ചേർന്നുകൊണ്ട് 5 പതിറ്റാണ്ട് കാലമായി സ്വന്തമെന്ന് പറയാൻ ഇല്ലാതെ ജീവിച്ചു പോന്നിരുന്ന ചാത്തയും കുടുംബവും സംസ്ഥാന പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് അവരുടെ ഉടമസ്ഥ രേഖ ഏറ്റുവാങ്ങുകയാണ്. ജനപക്ഷ രാഷ്ട്രീയത്തിന്റെ കരുത്താർന്ന വിജയം. മനിതനോവിന്നു പകരമേകുന്നു സൗഖ്യം. അടിയാളനും കൂടി അണിചേരും ഈ മുറിയിൽ അടിമയും ഉടമയും ധീരയല്ല. നിയതനീതികൾ കൊടിയുയർത്തുന്ന വേള പറയുന്നതൊന്നുമേ കളവല്ല. വെൽഫെയർ പാർട്ടിക്കു പൊളിവചനമില്ല, പറയുന്നതൊന്നുമേ കളവല്ല. അടുത്തത് കാവിൽപ്പടി നീലി മകൾ ജാനകി അവരുടെ കുടുംബവും ചേർന്നുകൊണ്ടാണ് ഏറ്റുവാങ്ങുന്നത്.
6 വയസ്സ് മാത്രം പ്രായമായ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ 6 പതിറ്റാണ്ടിന്റെ പോരാട്ട ചരിത്രം ഇവിടെ രചിക്കുകയാണ്. കാവിൽപ്പടി നീലി മകൾ ജാനകിയും കുടുംബവും ചേർന്ന് ജനപക്ഷ രാഷ്ട്രീയത്തിന്റെ സമരനായകൻ ഹമീദ് വാണിയമ്പലത്തിൽ നിന്ന് അവരുടെ ഭൂ ഉടമസ്ഥാ രേഖ ഏറ്റുവാങ്ങുന്നു. അടുത്തത് കക്കയപ്പറമ്പിൽ ബീരാൻ മകൻ റഫീഖ്. കക്കയപ്പറമ്പിൽ ബീരാൻ മകൻ റഫീഖ് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലത്തിൽ നിന്ന് അവരുടെ ഭൂ ഉടമസ്ഥാ രേഖ ഏറ്റുവാങ്ങുന്നു. ഇൻക്ലാബ് സിന്ദാബാദ്. വെൽഫെയർ പാർട്ടിയുടെ ഉദിനുക്കരയിലെ കർമ്മധീരനായ പടയാളിയാണ് ഇപ്പോൾ റഫീഖ്. റഫീഖും കുടുംബവും അവരുടെ ഭൂ ഉടമസ്ഥാ രേഖ ഏറ്റുവാങ്ങുന്നു. ഇൻക്ലാബ് സിന്ദാബാദ്. വെൽഫെയർ പാർട്ടി സിന്ദാബാദ്. ഭൂസമരം സിന്ദാബാദ്. അടുത്തത് ചക്കാത്തുപടി ചക്കൻ ഭാര്യ ചെമ്പിയും കുടുംബവും ചേർന്നുകൊണ്ട് ചക്കാത്തുപടി ചക്കൻ ഭാര്യ ചെമ്പിയും കുടുംബവും ചേർന്നുകൊണ്ട് ജനപക്ഷ രാഷ്ട്രീയത്തിന്റെ നായകനിൽ നിന്ന് അവരുടെ ഭൂ ഉടമസ്ഥ ഭൂമിയുടെ രജിസ്റ്റർ ചെയ്ത ആധാരം ഈ പ്രൗഢഗംഭീരമായ സദസ്സിൽ വെച്ച് ഏറ്റുവാങ്ങുകയാണ്. പുതിയ സൂര്യനെ പോൽ നിറവെളിച്ചം. അടുത്തത് കുളത്തിൽ വളപ്പിൽ കുഞ്ഞുപ്പ് മകൻ അബ്ദു. കുളത്തിൽ വളപ്പിൽ കുഞ്ഞുപ്പ് മകൻ അബ്ദു വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലത്തിൽ നിന്ന് ഭൂസമര പോരാട്ടത്തിൽ വെൽഫെയർ പാർട്ടിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന അബ്ദുവിനും കുടുംബത്തിനും 1000 വിപ്ലവാഭിവാദ്യങ്ങൾ. കപടചിരി പേറും മുഖങ്ങളല്ല ഉള്ളു പകരുന്ന സ്നേഹ. അവസാനമായി 10ാമത് പള്ളിയാലിൽ അബ്ദുറഹിമാൻ മകൻ മുഹമ്മദ് കുട്ടി. ഉദിനുക്കരയിലെ വെൽഫെയർ പാർട്ടിയുടെ 10 കുടുംബങ്ങൾക്കുള്ള ആധാര കൈമാറ്റത്തിൽ അവസാനമായി പള്ളിയാലിൽ അബ്ദുറഹ്മാൻ മകൻ മുഹമ്മദ് കുട്ടിയുടെ കുടുംബം സംസ്ഥാന പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് അവരുടെ രജിസ്റ്റർ ചെയ്ത ഭൂമിയുടെ ആധാരം ഏറ്റുവാങ്ങുകയാണ്. ഭൂസമര പോരാട്ടങ്ങളുടെ കരുത്താർന്ന വിജയത്തിന്റെ ഈ അസുലഭ നിമിഷത്തിൽ ധീരരായ ഭൂസമര പോരാളികൾക്ക് 1000 വിപ്ലവാഭിവാദ്യങ്ങൾ. ഈ ഭൂ ഉടമസ്ഥാ രേഖ കൈമാറിക്കൊണ്ട് വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം ഈ സദസ്സിനെ അഭിമുഖീകരിക്കുന്നു. ബഹുമാനപൂർവ്വം സംസ്ഥാന പ്രസിഡന്റിനെ ക്ഷണിച്ചുകൊള്ളുകയാണ്. നമ്മുടെ ഈ സന്തോഷകരമായ ഒത്തുചേരൽ അധ്യക്ഷത വഹിക്കുന്ന ഭൂരഹിതർക്ക് വേണ്ടി ചേരിയൻ മലയിൽ സമരത്തിന് നേതൃത്വം കൊടുക്കുകയും പോലീസ് അതിക്രൂരമായി തല്ലിച്ചതച്ച്
രക്തമൊഴുകുന്ന പടം നിങ്ങളൊക്കെ ചാനലുകളിലും പത്രങ്ങളിലും കണ്ടിട്ടുണ്ടാകും. ബഹുമാനായ നമ്മുടെ അധ്യക്ഷൻ വെൽഫെയർ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് MI റഷീദ് മാസ്റ്റർ ഇത്ര സന്തോഷകരമായ ഒരവസ്ഥയ്ക്ക് നിങ്ങളോടെല്ലാവരോടും ഒപ്പം പാർട്ടിയോടും സഹകരിച്ച വളരെ ബഹുമാന്യരായ അഗ്നി ശർമ്മൻ നമ്പൂതിരി, നാറാസ് ഇട്ടിരവി, ഡോക്ടർ നാറാസ് ഇട്ടിരവി നമ്പൂതിരി, ബഹുമാന്യനായ സജീസ് രാജ, ഇവിടെ ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ, പ്രത്യേകിച്ചും പാർട്ടി സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭൂസമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന അതിന്റെ നായകൻ ബഹുമാനായ ജോൺ അമ്പാട്ട്, ജില്ലാ പ്രസിഡന്റ്, ജില്ലാ ജനറൽ സെക്രട്ടറി കൃഷ്ണൻ കുനിയിൽ, സുഭദ്ര വണ്ടൂർ, മുനീബ് കാരക്കുന്ന്, ജില്ലാ മണ്ഡലം നേതാക്കൾ, ഇവിടെ വളരെ സന്തോഷത്തോടെ ഇവിടെ ഭൂമിയുടെ രേഖ സന്തോഷത്തോടെ ഏറ്റുവാങ്ങിയ എൻ്റെ സഹോദരിമാർ, സഹോദരന്മാർ, വളരെ പ്രായം ചെന്ന പിതാക്കള്, അമ്മമാര് ഒക്കെ ഇവിടെ വന്ന് ഇത് ഏറ്റുവാങ്ങുമ്പോൾ സന്തോഷം കൊണ്ട് പലരുടെയും കണ്ണ് നിറയുന്നുണ്ട്. 10 വീട്ടിലും ഞാൻ പോയി. ആ 10 വീട്ടിലെ കുടുംബനാഥന്മാരെയും കണ്ടപ്പോ അവരെല്ലാം കൈപിടിച്ച് സന്തോഷത്തിന്റെ കണ്ണീരോടുകൂടി പറയുന്നത് 19 കൊല്ലമായി ഇത് ഞങ്ങളുടേതാണ് എന്ന് പറയാൻ പറ്റാതെ കാര്യമായ എന്തെങ്കിലും ഒരു നിർമ്മാണ പ്രവർത്തനത്തിന് മുതിരാനുള്ള ആത്മവിശ്വാസമില്ലാതെ വേണമെങ്കിൽ ഞങ്ങളെ ഇവിടുന്ന് പുറത്താക്കാൻ മാത്രം നിയമങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിരിക്കെ ഇങ്ങനെ ഞങ്ങളുടെ കൈകളിൽ ബന്ധപ്പെട്ടവരുമായി സംസാരിച്ച് അവരുടെ ആ നല്ല മനസ്സിലേക്ക് പ്രശ്നങ്ങളെ എത്തിച്ച് അങ്ങനെ ഞങ്ങളുടെ കയ്യിൽ ഈ ഒരു ഭൂമി ഞങ്ങളുടേതാണ്, എന്റെ ഭൂമി എന്ന അതിവൈകാരികമായ ഞങ്ങൾ ചവിട്ടി നിൽക്കുന്ന മണ്ണ്, 19 കൊല്ലമായി ഞങ്ങൾ താമസിക്കുന്ന ഞങ്ങളുടെ വീട്, ഇത് ഇന്നു മുതൽ ഞങ്ങളുടേതാണ് എന്ന് പറയുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു സന്തോഷം, ആഹ്ലാദം അവരൊക്കെ കണ്ണുനീരായി എന്നോട് പ്രകടിപ്പിച്ചു. ഞങ്ങൾ ഈ സംഘം അവിടെ എല്ലാ വീടുകളിലും കയറിയിറങ്ങിയപ്പോ ആ ഒരു സന്തോഷം കണ്ണീരായി ഏറ്റുവാങ്ങിയിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. വലിയ സന്തോഷമുണ്ട്. ഈ പാർട്ടി രൂപീകരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത ഒരു വാക്ക് കേരളത്തിന്റെ ഭൂമി പ്രശ്നമായിരിക്കും ഞങ്ങൾ മുഖ്യമായിട്ടും ഏറ്റെടുക്കുക എന്നും ഇവിടെ ഭൂമി ഇല്ലാതെ തെരുവിൽ കഴിയുന്ന മനുഷ്യർക്ക് ചവിട്ടു നിൽക്കാൻ, കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കൃഷിക്ക് ആവശ്യമായ ഭൂമി, ഇതാണ് ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്, ലക്ഷ്യം വെക്കുന്നത്. അത് ഞങ്ങൾ നേടിക്കൊടുക്കും. അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ സമരരംഗത്തുണ്ടാകും എന്ന് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഉറപ്പ് കൊടുത്തതാണ്. ഈ ഉറപ്പ് തീർച്ചയായിട്ടും ജനങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ജനഹിത രാഷ്ട്രീയ മുന്നേറ്റ യാത്രയിൽ എല്ലായിടത്തും സ്വീകരിക്കാൻ വേണ്ടി എത്തിച്ചേർന്നത് ഇപ്പൊ ഇവിടെ വന്നിട്ട് ഈ ഭൂമി രേഖ ഏറ്റുവാങ്ങിയവർ ഉണ്ടല്ലോ, ആധാരം ഏറ്റുവാങ്ങിയവർ, യഥാർത്ഥത്തിൽ അതുപോലെയുള്ള പ്രായം ചെന്നവർ, കഷ്ടപ്പെടുന്നവർ, പ്രയാസപ്പെടുന്നവർ, അങ്ങനെയുള്ളവരായിരുന്നു പാർട്ടിയുടെ എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും ഞങ്ങളെ സ്വീകരിക്കാൻ എത്തിച്ചേർന്നത്. അപ്പോൾ ഇത് പാർട്ടിയുടെ ഒരു അജണ്ടയാണ്, ഒരു ബാധ്യതയാണ്. നിങ്ങൾ ജിഷ എന്ന പെൺകുട്ടിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. ജിഷ എന്ന പെൺകുട്ടി അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടപ്പോ അന്ന് ആ സന്ദർഭത്തിൽ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം നടക്കുന്ന സന്ദർഭമാണത്. ഏകദേശം മെയ് മാസത്തിൽ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, അത് ഈ സന്ദർഭത്തിൽ തന്നെയാണത്. ഈ സന്ദർഭത്തിൽ ജിഷ കൊല ചെയ്യപ്പെട്ടിട്ട് ഇപ്പോൾ 1 വർഷം പൂർത്തിയായി. ആ സന്ദർഭത്തിൽ അവിടെ പോവുകയും
അവിടെ സന്ദർശിക്കുകയും ചെയ്തപ്പോ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം, ഞങ്ങൾ കണ്ടെത്തിയതും ഉന്നയിക്കുന്നതുമായ കാര്യം വളരെ ശരിയാണ് എന്നാണ്. എന്തായിരുന്നു ജിഷയുടെ പ്രശ്നം? ജിഷ നിയമബിരുദ വിദ്യാർത്ഥിയായ ജിഷയ്ക്ക് പഠിക്കാൻ ഒരിടമില്ലായിരുന്നു, ഭൂമിയില്ലായിരുന്നു, വീടില്ലായിരുന്നു. പല ഗവൺമെന്റുകളുടെയും മുമ്പിൽ കേണപേക്ഷിച്ചു പക്ഷെ ആരും കൊടുത്തില്ല. ആ കുട്ടിയുടെ അമ്മ നിലവിളിച്ച് എല്ലായിടത്തും വാതിലുകളും മുട്ടി. പക്ഷേ എനിക്കവിടെ ചെന്നപ്പോ ഇത്തിരി സമാധാനം കിട്ടി. വെൽഫെയർ പാർട്ടി അധികാരത്തിൽ വന്നിട്ടില്ല, MLA-മാരില്ല, മന്ത്രിമാരില്ല. ആകെ കൂടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു 41 വാർഡ് മെമ്പർമാരാണ് ഈ പാർട്ടിക്കുള്ളത്. പക്ഷേ അത് 3 വർഷം കൊണ്ട് തന്നെ ഈ പാർട്ടി നേടിയെടുത്ത രാഷ്ട്രീയ വിജയമായിരുന്നു, ഭരണനിർവഹണത്തിലെ പാർട്ടിയുടെ പങ്കാളിത്തമായിരുന്നു. പക്ഷേ ഞാൻ സൂചിപ്പിക്കുന്നത്, അവിടെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ വന്നപ്പോ ആ കുട്ടിയുടെ അമ്മ അവരെ അടിച്ചോടിക്കുന്നതാണ് ഞാൻ കണ്ടത്. അതൊക്കെ ക്യാമറകളിൽ പകർന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പ്രവർത്തകരുമായിട്ട് ആ അമ്മയുടെ അടുത്തേക്ക് പോകുമ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു. കാരണം ഈ രാഷ്ട്രീയക്കാരെ മുഴുവനും ആട്ടിയോടിക്കുന്ന ഒരമ്മ നമ്മളെ തിരിച്ചറിഞ്ഞ് സ്വീകരിക്കാൻ ഒരു ന്യായവുമില്ലല്ലോ എന്നോർത്ത് വേദനിച്ച് കയറി ചെന്നപ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്ന എറണാകുളത്തെ നമ്മുടെ പ്രവർത്തകന്റെ കൈ പിടിച്ചിട്ട് ആ അമ്മ പറഞ്ഞു, ഇക്ക നിങ്ങൾ മാത്രമായിരുന്നു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. ഞാൻ തരിച്ചുപോയി. എന്താ ഈ അമ്മ പറയുന്നത്? നമ്മുടെ പ്രവർത്തകരുടെ നിഷ്കളങ്കതയാണ്. പ്രവർത്തകർ എന്നെ അറിയിച്ചിട്ട് പോലുമില്ല. ഒരു കനാലിന്റെ പുറമ്പോക്ക് ഭൂമിയിൽ ഒരൊറ്റമുറി വീടും ഒരു ടോയ്ലറ്റും നിർമ്മിച്ചു കൊടുത്തത് വെൽഫെയർ പാർട്ടിയുടെ പ്രവർത്തകരാണ് എന്ന് അപ്പോഴാണ് ഞാൻ അറിയുന്നത്. എന്റെ കണ്ണ് നനഞ്ഞു പോയി. ആ അമ്മ ഞങ്ങളെ സ്വീകരിച്ചത് കണ്ടപ്പോ ഞാൻ ആ വീട് സന്ദർശിച്ചു. അവിടെ അന്വേഷണത്തിന് വന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചു. അപ്പോൾ ആ വീട് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ എന്റെ പ്രവർത്തകരോട് ചോദിച്ചു, നിങ്ങൾ എന്താ ഒരൊറ്റ മുറിയിലൊരു വീടുണ്ടാക്കി കൊടുത്തത്? അപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അവർ പറഞ്ഞു, ഇത് പുറമ്പോക്ക് ഭൂമിയാണ്. പുറമ്പോക്ക് ഭൂമിയിൽ ഒരുപാട് പണം ചെലവഴിച്ച് ഒരു ഉറപ്പുള്ള ശക്തമായ 2 മുറികളുള്ള അടുക്കളയുള്ള അങ്ങനെ ഒരു വീട് നിർമ്മിച്ചു കൊടുത്താൽ പിറ്റേ ദിവസം തന്നെ അത് സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാർ വന്ന് തകർത്ത് തരിപ്പണമാക്കും. അതുകൊണ്ട് താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി ഞങ്ങളുടെ തന്നെ അധ്വാനത്തിൽ ഞങ്ങൾ ഒറ്റമുറി വീടും അതിനൊരു അടുക്കളയും ഒരു ടോയ്ലറ്റും നിർമ്മിച്ചു കൊടുത്തതാണ് എന്ന് അവർ എനിക്ക് മറുപടി നൽകി. ആ വീട്ടിലായിരുന്നു ആ പാവപ്പെട്ട കുട്ടി അതിക്രൂരമായി സുരക്ഷിതമല്ലാതെ കൊല ചെയ്യപ്പെട്ടത്. ഞാൻ എന്റെ സഹോദരന്മാരോട് ഓർമ്മിക്കുന്നത്, ഇവർക്ക് വീടുണ്ട്, ഇവിടെ വന്ന 10 പേർക്കും വീടുണ്ട്, ചെറുതാണെങ്കിലും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ഈ വീട് എനിക്ക് നന്നാക്കാൻ പറ്റുമോ? ഈ വീട് എനിക്കൊരു ഉറപ്പുള്ള വീടാക്കാൻ പറ്റുമോ? ഈ വീടൊന്ന് നന്നാക്കി ഉറപ്പുള്ള വീടാക്കി ചോരാത്ത വീടാക്കി അതിൽ പണം ചെലവഴിച്ചുകൊണ്ട് സുരക്ഷിതമായിട്ട് ജീവിക്കാൻ പറ്റുമോ? ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്താ? അങ്ങനെ ഉണ്ടാക്കിയാൽ ഇത് നിലനിൽക്കുമോ? ഞങ്ങൾ പുറത്തു പോകേണ്ടി വരുമോ? ഞങ്ങൾക്ക് ഇത് ഞങ്ങളുടേതല്ലല്ലോ എന്ന ഒരു അവസ്ഥയിലായിരുന്നു 19 കൊല്ലമായി നമ്മുടെ ഈ 10 കുടുംബങ്ങളും ജീവിച്ചത്. ഇനിയും അവിടെ വേറെയുണ്ട് ഈ 10 കുടുംബങ്ങൾ. ഇന്ന് ആ കുടുംബങ്ങൾ ഇന്നത്തോടുകൂടി അവർക്കൊരു ബോധ്യമുണ്ട്, ഞങ്ങളുടെ വീട്ടിലാണ്, ഞങ്ങളുടെ മണ്ണിലാണ്, ഞങ്ങളുടെ ഭൂമിയിലാണ് എന്ന ഓർമ്മയുണ്ട്. കേരളത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം, കേരളത്തിൽ 5 ലക്ഷത്തോളം ഭൂരഹിതരുണ്ട്. നമ്മുടെ സർക്കാരിന്റെ കണക്കനുസരിച്ച് പോലും, സീറോ ലാൻഡ് പദ്ധതിയുടെ കണക്കനുസരിച്ച് പോലും 2.5 ലക്ഷം ഭൂരഹിതരുണ്ട്. ഞങ്ങളുടെ കണക്കനുസരിച്ച് ഏകദേശം 5 ലക്ഷത്തോളം ഭൂരഹിതരുണ്ട്. എത്ര ഏക്കർ ഭൂമി കേരളത്തിലുണ്ട്? കേരളത്തില് 5 ലക്ഷം ഏക്കർ ഭൂമി അനധികൃതമായി ഹാരിസണും ടാറ്റയും പോപ്സണും പിന്നെ വൻകിട കുത്തകകളും വിദേശ കുത്തകകളും കൈവശപ്പെടുത്തിയ ഭൂമി ഉണ്ട് എന്ന് പറയുന്നത് വെൽഫെയർ പാർട്ടിക്കാരല്ല, നമ്മുടെ ഗവൺമെന്റ് നിയോഗിച്ച രാജമാണിക്യം IAS അദ്ദേഹം നൽകിയ റിപ്പോർട്ടാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം നൽകിയ റിപ്പോർട്ടാണ് 5 ലക്ഷത്തിൽ പരം ഏക്കർ ഭൂമി സർക്കാരിന് അവകാശപ്പെട്ടത് അനധികൃതമായി വിദേശ കമ്പനികൾ ഇവിടെ ബിനാമി കമ്പനികൾ ഉണ്ടാക്കി. കാരണം വിദേശ കമ്പനികൾക്ക് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ ഭൂമിയുടെ ഉടമാവകാശം ഫെറ നിയമം അനുസരിച്ച് പാടില്ല. അപ്പൊ അവരെന്ത് ചെയ്തു? ഇവിടെ കടലാസ് സംഘടന ഉണ്ടാക്കി. അതാണ് ഈ ഹാരിസൺ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ അവർ ഭൂമി പിടിച്ചെടുത്തു. 76,000 ഏക്കർ ഭൂമി, പാട്ടഭൂമി ഉണ്ട് ഒരുപാട്,
പാട്ടക്കരാർ കഴിഞ്ഞതുണ്ട്. ഇതൊന്നുമല്ല, ഇതൊക്കെ കൊടുത്തിട്ടും പിന്നെയും ഹാരിസൺ 76,000 ഏക്കർ ഭൂമി പിടിച്ചെടുത്തിട്ടുണ്ട്, അവരുടെ കയ്യിലുണ്ട്. ടാറ്റയ്ക്ക് 57,000 പാട്ടത്തിന് കൊടുത്തിട്ട് ബാക്കി ടാറ്റയുടെ കയ്യിൽ 50,000 ഭൂമി അനധികൃതമായിട്ടുണ്ട്. പോപ്സൺ നിങ്ങൾക്കറിയാമല്ലോ, പോപ്സന്റെ കയ്യിൽ ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്. അപ്പൊ പാട്ടത്തിന് കൊടുത്താൽ പാട്ടക്കരാർ കഴിഞ്ഞാൽ ഭൂമി പിടിച്ചെടുക്കണം, പാട്ടക്കരാർ ലംഘിച്ചാൽ ഭൂമി പിടിച്ചെടുക്കണം. അതൊക്കെ പോട്ടെ, അതിനും അപ്പുറത്ത് ഇവരെന്ത് ചെയ്തു? സർക്കാരിന്റെ ഭൂമി, പൊതുഭൂമി അവർ വെട്ടിപ്പിടിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് എന്തേ മാറി മാറി ഭരിക്കുകയാണ് കേരളത്തിൽ. 10-60 കൊല്ലമായിട്ട് LDF ഭരിക്കുന്നു, UDF ഭരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളെ വിമർശിക്കലൊന്നും എന്റെ പണിയല്ല. പക്ഷേ നമ്മൾ കേരളം ഭരിക്കുന്നവർ, നമ്മൾ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചവർ, നമ്മുടെ ജനപ്രതിനിധികൾ, നമുക്ക് എത്ര വിരോധമുണ്ടെങ്കിലും വോട്ട് കൊടുത്തിട്ടില്ലെങ്കിലും MLA വന്നാൽ നമ്മൾ പറയും അത് നമ്മളെ MLA ആണ്, നമ്മുടെ മുഖ്യമന്ത്രിയാണ്, നമ്മുടെ പ്രധാനമന്ത്രിയാണ്. എന്താണ് അങ്ങനെ പറയുന്നത്? ജനാധിപത്യത്തിലുള്ള വിശ്വാസം കൊണ്ടാ. പക്ഷെ ഈ വിശ്വാസം ഇവർക്കില്ലാതായാലോ? അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ പറയാനുള്ളത്, എന്തുകൊണ്ട് ഇത്രയധികം ഭൂമി ഉണ്ടായിട്ട് അതിവിടുത്തെ 2.5 ലക്ഷത്തിന് എന്തുകൊണ്ട് വാങ്ങിച്ചു കൊടുത്തില്ല? ഞങ്ങൾ പറയുന്നത്, നാട്ടിൻപുറത്താണെങ്കിൽ താമസിക്കാൻ 10 സെന്റ് സർക്കാർ കൊടുക്കണം. അത് ഒരു പട്ടണത്തിലാണെങ്കിൽ 5 സെന്റെങ്കിലും കൊടുക്കണം. അതൊരു കർഷകനാണെങ്കിലോ കൃഷിക്കാവശ്യമായ 1 ഏക്കർ ഭൂമിയെങ്കിലും കൊടുക്കണം. ഇവർ കൊടുത്തോ? കൊടുത്തില്ലെന്ന് മാത്രമല്ല, ഇവർ നമ്മളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. മുത്തങ്ങ സമരം, ചെങ്ങറ സമരം, അരിപ്പ സമരം, ഇപ്പോൾ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ പാതിരാക്ക് 2 മണിക്ക് നടത്തിയ ഓപ്പറേഷനിലൂടെ കല്ലടത്തണ്ണിയിൽ 100-ഓളം വരുന്ന കുടുംബങ്ങൾക്ക് അവിടെ രാത്രി 2 മണിക്ക് പ്രവേശിച്ച് കുടില് കെട്ടി പിറ്റേ ദിവസം 3 മണിയായപ്പോഴേക്കും ഈ ഗവൺമെന്റിന് അതിന്റെ കളക്ടർ പറഞ്ഞയച്ച് വെൽഫെയർ പാർട്ടിയുടെ നേതാക്കന്മാരുമായി ധാരണയിലെത്തി 100-ൽ പരം വരുന്ന കുടുംബങ്ങൾക്ക് ഭൂമി കൊടുക്കാൻ അവർ സന്നദ്ധമായി. അങ്ങനെ ഭൂമി സർവേ നടത്തി. ഇപ്പോൾ അത് സർവേ നടത്തി പലർക്കും ഭൂമി വീതിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കല്ലടത്തണ്ണി തിരുവനന്തപുരത്ത് അതിർത്തിയിലാണ്. പോയി നോക്കി നിങ്ങൾക്ക് കാണാം, ഭൂമി വിഭജിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിയുടെ സമരമാണ്. 2000-ഓളം വരുന്ന ആളുകൾക്ക് സീറോ ലാൻഡ് പദ്ധതിയിലെ 3 സെന്റ് ഭൂമി അത് പട്ടയം കൊടുത്തിട്ട് ഭൂമി കൊടുക്കാതെയും, അങ്ങ് തിരുവനന്തപുരത്തുള്ളവന് കാസർഗോഡ് താമസിക്കാൻ പറ്റാത്ത മലയുടെ കുന്നു കൊടുത്തപ്പോ ആ പട്ടയം മുഴുവനും വാങ്ങിവെച്ചിട്ട് സമരം നടത്തി വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ 2000-ഓളം ആളുകൾക്ക് ഭൂമി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, സീറോ ലാൻഡിലെ 3 സെന്റ് ഭൂമി. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ സമരങ്ങളും പോരാട്ടങ്ങളുമായപ്പോ ഇവർക്ക് മിണ്ടാൻ വയ്യാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോ ഇനിയും ജനങ്ങളുടെ മുമ്പിൽ ഭൂമിയുടെ കാര്യത്തിൽ മിണ്ടാതിരുന്നാൽ ജനങ്ങൾ ഞങ്ങൾക്കെതിരെ തിരിയും എന്ന് ബോധ്യപ്പെട്ടപ്പോ, അഥവാ ഈ ഭൂസമരങ്ങളിലൂടെ ബോധ്യപ്പെട്ടപ്പോ, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വെൽഫെയർ പാർട്ടി എന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഭൂമിയുടെ പ്രശ്നം ഏറ്റെടുത്തപ്പോ രാഷ്ട്രീയ പാർട്ടിയെ മത്സരിക്കും, ആളുകൾ വോട്ട് ചെയ്യും. അപ്പോൾ ഇത് ഞങ്ങളുടെ കാലിനടിയിൽ നിന്ന് മണ്ണ് പോകുന്ന ഏർപ്പാടാണെന്ന് മനസ്സിലാക്കിയപ്പോ ഇവരെന്ത് ചെയ്യും? മൂന്നാറിലേക്ക് നമ്മളെ എർത്ത് മൂവറായിട്ട് ഒറ്റപ്പോക്ക, മൂന്നാറിലെ ഭൂമി ഇപ്പൊ പിടിക്കും എന്ന് തുടങ്ങിയതാ ബഹുമാന്യനായ VS അച്യുതാനന്ദൻ നല്ലൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ ശ്രമത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ആത്മാർത്ഥമായിട്ടാണ് എന്ന് തന്നെയാണ്. പക്ഷെ എന്താ സംഭവിച്ചത്? ആ സമരത്തെ പൊളിച്ചത് CPM തന്നെയായിരുന്നു. ഇന്നിപ്പോ മാന്യമായിട്ട് മാറി നിന്ന് ഭൂസമരത്തെക്കുറിച്ച് സംസാരിക്കുന്ന CPIയും CPMും ചേർന്നിട്ടാണ്, നമ്മുടെ മന്ത്രിയായ MM മണിയും ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നിട്ടാണ് CPMന്റെ ഗവൺമെന്റിന് നേതൃത്വം കൊടുത്ത ടാറ്റയുടെ ഭൂമി പിടിച്ചെടുക്കാനുള്ള സമരം പൊളിച്ചത്. അവരെന്നെ പൊളിച്ചത്, അവരത് പിടിച്ചെടുക്കാൻ അനുവദിച്ചില്ല. ഇതേപോലെ തന്നെ സീറോ ലാൻഡ് പദ്ധതിയുടെ കഥ എന്താ? സീറോ ലാൻഡ് പദ്ധതിയിൽ എത്ര പേർക്ക് ഭൂമി കൊടുത്തു? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ നേരിട്ട് സംസാരിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് ഞങ്ങളെ പദ്ധതിയല്ല, നിങ്ങളെ പദ്ധതിയാ, നല്ലൊരു പദ്ധതിയാണ്. താങ്കൾ ഈ പദ്ധതി എങ്ങാനും നടപ്പിലാക്കുകയാണെങ്കിൽ താങ്കളെ ജനങ്ങൾ തുടർച്ചയായിട്ട് അധികാരത്തിലേക്ക് എത്തിക്കും. വേണമെങ്കിൽ ഞങ്ങൾ സഹായിക്കാം, ഞങ്ങൾ പിന്തുണക്കാമെന്ന് ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എവിടെ ഭൂമി? ഞങ്ങൾ ജില്ല തിരിച്ചു കാണിച്ചു കൊടുത്തു. പറ്റില്ല, ടാറ്റയുടെ ഭൂമി തൊടാൻ പറ്റില്ല, ഹാരിസന്റെ ഭൂമി തൊടാൻ പറ്റില്ല, പോപ്സന്റെ ഭൂമി തരാൻ പറ്റില്ല, പിന്നെ ഏത് ഭൂമിയാ? അപ്പോൾ ഇവരുടെ ഭൂമിയൊന്നും തൊടാൻ പാടില്ല. ഇപ്പൊ വീണ്ടും ഈ ഗവൺമെന്റ് വീണ്ടും പോയിരിക്കുന്നു മൂന്നാറിലേക്ക്. ഞാൻ പറയുന്നു, ശുദ്ധ തട്ടിപ്പ്.
ഏറ്റവും ഒടുവിൽ അവർ പുറത്തുവിട്ട ലിസ്റ്റ് പരിശോധിച്ചപ്പോ ടാറ്റയുടെ പേരില്ല, കുത്തക കമ്പനികളുടെ പേരില്ല, പിന്നെ ചെറുവിരലുകൾ. ഭൂമി കയ്യേറിയവർ തന്നെയാണ്. ആ ചെറുകിട കയ്യേറ്റക്കാരെ പിടിച്ച് വരട്ടുക, ഭീഷണിപ്പെടുത്തുക എന്നല്ലാതെ, എന്നിട്ട് ഞങ്ങൾ ഭൂമി പിടിക്കുന്നു എന്ന് വരുത്തി തീർക്കുകയല്ലാതെ വൻകിടകളായ ടാറ്റയുടെയോ ഹാരിസന്റെയോ പോപ്സിന്റെയോ ഭൂമിയിൽ കൈവെക്കാൻ ഇടതിനോ വലതിനോ കഴിയില്ല. എന്താ കാരണം? പണ്ടൊക്കെ അവർ പ്രവർത്തിച്ചിരുന്നത് നമ്മളടുത്ത് ബക്കറ്റ് ഇട്ട് വന്നിട്ട് 1 റുപ്യ 2 റുപ്യൊക്കെ വാങ്ങിയിട്ടാ. ഇപ്പൊ അവർ പ്രവർത്തിക്കുന്നത് ടാറ്റന്റെ അടുത്ത് പോയിട്ട് 10 കോടി, ഹാരിസന്റെ വീട്ടിൽ 10 കോടി, മറ്റേടത്ത് പോയിട്ട് 10 ലക്ഷം, ഇങ്ങനെ വാങ്ങി പ്രവർത്തിക്കുന്നവർക്ക് നമ്മളെ വേണ്ട, അവരെയാണ് വേണ്ടത്. പിന്നെന്താ? വോട്ട് ആവട്ടെ നമ്മളടുത്ത് കിട്ടും വേണം. അപ്പൊ എന്താ ഒരു പരിഹാരം? അതുള്ളൊരു പരിഹാരമാണ് ഇടക്കിടക്ക് മൂന്നാറിൽ പോയിട്ട് ഒരു ഒച്ചയും പൊളി ഉണ്ടാക്കുക. ഇത് തനി ചതിയാണ്, വഞ്ചനയാണ് എന്ന് ജനങ്ങളോട് വിളിച്ചു പറയുന്ന പ്രവർത്തനത്തിലൂടെയാണ് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ അതിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെ, അതിന്റെ ഭൂസമരങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ UDF ഗവൺമെന്റിന് പണി ചെയ്തു. 1977 ജനുവരി 1 മുമ്പ് കയ്യേറിയ ഭൂമി അത് കുടിയേറ്റമായി പരിഗണിച്ച് അവർക്ക് അത് സാധുവാക്കി കൊടുക്കണമെന്നാണ് ഭൂമി പതിവ് ചട്ടം. ഭൂമി പതിവ് ചട്ട നിയമം. ആ നിയമത്തിന് ചട്ടമുണ്ടാക്കിയത് 1993 64 നിയമം. ആ നിയമം അനുസരിച്ച് 77 ജനുവരി 1 ശേഷമുള്ള ഭൂമി പിടിച്ചെടുക്കണമെന്നാണ്. അതാർക്കാ ഉപകരിച്ചത്? പിടിച്ചെടുത്തോ? ഇല്ല. ദളിത് ആദിവാസി പിന്നാക്ക വിഭാഗങ്ങൾക്ക് കൊടുത്തോ? കൊടുത്തില്ല. അപ്പൊ പിന്നെ ആർക്കാ ഉപകരിച്ചത്? 77 ജനുവരി 1 വരെ കയ്യേറിയവർക്ക് ഉപകരിച്ചു. അവർക്ക് രേഖ കിട്ടി, ആധാരം കിട്ടി. ഇപ്പോൾ ഈ ഗവൺമെന്റ് പറയുന്നു അന്ന് എല്ലാവർക്കും ആധാരം കൊടുത്തിട്ടില്ല, അതുകൊണ്ട് കുറച്ചുകൂടി ആളുകൾക്ക് ആധാരം കൊടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് 77 ശേഷം കയ്യേറിയ ഭൂമി, ആ ഭൂമിക്ക് കൂടി വൻകിടകൾക്ക് ആധാരം കൊടുക്കാൻ, പട്ടയം കൊടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഈ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞു വന്നത്, ഭൂമി കയ്യേറിയവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് നമ്മുടെ ഗവൺമെന്റുകൾ തുടർച്ചയായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. അത്രയധികം ഉദാഹരണങ്ങൾ ആവശ്യമില്ലാതെ തന്നെ കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗവൺമെന്റ് പ്ലീഡറായിരുന്ന സുശീല ഭട്ട് കേരളത്തിലെ ഭൂമിയെക്കുറിച്ച് പഠിച്ച്, ഹാരിസന്റെയും ടാറ്റന്റെയും ബോബ്സിന്റെയും ഭൂമിയെക്കുറിച്ച് പഠിച്ച്, ഹാരിസന്റെ ഭൂമി മുഴുവനും നമ്മൾ പിടിച്ചെടുക്കണം, അങ്ങനെ ഹാരിസന്റെ ഭൂമി മുഴുവനും പിടിച്ചെടുക്കാൻ പറ്റും വിധം നിയമപരമായ മുന്നേറ്റം നടത്തി ഹാരിസനും ടാറ്റയ്ക്കും പോപ്സണും ഭീഷണി ഉണ്ടാക്കും വിധം സർക്കാരിന്റെ തന്നെ ഗവൺമെന്റ് പ്ലീഡർ സുശീല ഭട്ട് 5 വർഷം പ്രവർത്തിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോയി. അങ്ങനെ കോടതിയിൽ കേസെടുക്കാൻ സമയത്ത് നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്തു എന്നറിയോ? സുശീല ഭട്ടിനെ മാറ്റി. സുശീല ഭട്ടിനെ മാറ്റിയിട്ട് ഇപ്പൊ 2 അഡ്വക്കേറ്റുമാരെ നിയമിച്ചിട്ടുണ്ട്. അവരാരാന്നറിയോ? സ്വയ, രഞ്ജിത്ത് ഭട്ട് എന്നൊക്കെ പറയുന്ന ആളുകൾ. ഇവർ 2 പേരും, ഞാൻ അവരെ ഇത് പരിശോധിച്ചപ്പോ ഹാരിസന് വേണ്ടി സർക്കാരിനെതിരെ കേസ് നടത്തിയിരുന്ന ഹാരിസന്റെ 2 വക്കീലന്മാരെയാണ് നമ്മുടെ ഈ ഗവൺമെന്റ് സുശീല ഭട്ടിനെ മാറ്റിയിട്ട് അവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവർ കേസ് നടത്തുന്നത് ആർക്ക് വേണ്ടിയാണ്? ആരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്? സാധാരണക്കാരന്റെ ഭൂമി പ്രശ്നം പരിഹരിക്കാനല്ല, ഭൂമി കയ്യേറ്റങ്ങൾക്ക് അംഗീകാരം കൊടുക്കാനാണ്. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന LDF UDF അല്ല, BJPക്ക് എന്തോ കഴിയും. BJP കഴിയില്ല. കാരണം BJPയുടെ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന ഭൂമി പിടിച്ചെടുക്കൽ നിയമമെടുത്ത് പരിശോധിച്ചാൽ അറിയാം. UPA ഗവൺമെന്റിലെ ജയറാം രമേശ് കൊണ്ടുവന്ന ഭൂമി പിടിച്ചെടുക്കലിനുണ്ടാക്കിയ നിബന്ധനകൾ ഉണ്ടായിരുന്നു. ഒരു പ്രദേശത്ത് നിന്ന് ഭൂമി വികസനത്തിന് വേണ്ടി പിടിച്ചെടുക്കുമ്പോൾ 70% ജനങ്ങളുടെ അംഗീകാരം വേണം. അത് സർക്കാരിന് വേണ്ടി, സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ 80% ആളുകളുടെ അംഗീകാരം വേണം. അവർക്ക് അന്ന് എന്താണ് ഭൂമിയുടെ വില, ആ വില കൊടുക്കണം. അവർക്ക് ജോലി കൊടുക്കണം. അവരെ പുനരധിവസിപ്പിക്കണം. ഈ BJP ഗവൺമെന്റ് എന്താ ചെയ്തതെന്നറിയോ? അവർ ഇതിന് നിയമ ഭേദഗതി കൊണ്ടുവരികയാണ്. നിയമ ഭേദഗതി എന്ന് പറയുമ്പോൾ ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്നിട്ട് അവർ കൊണ്ടുവരുന്ന ഭേദഗതി വികസനത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഏതെങ്കിലും ചെറ്റക്കുടിൽ നിന്ന് ഞങ്ങളുടെ വീട് പൊളിക്കരുത് എന്ന് പറഞ്ഞാരെങ്കിലും നിലവിളിച്ചാൽ സർക്കാർ അവരുടെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചു പുറത്താക്കും എന്ന ഭേദഗതിയാണ് ഭൂമി പിടിച്ചെടുക്കൽ നിയമത്തിൽ NDA ഗവൺമെന്റ് കൊണ്ടുവന്നത്. അങ്ങനെ കൊണ്ടുവന്നവർക്ക് എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭൂമി പ്രശ്നം പരിഹരിക്കാൻ വഴിയ?
അല്ലെങ്കിലും കേരളത്തിലെ ഭൂമി പ്രശ്നം, ഇന്ത്യയിലെ ഭൂമി പ്രശ്നം എന്താണ്? അത് ജാതി വ്യവസ്ഥയുടെ കൂടി പ്രശ്നമാണ്. ഭൂമിക്ക് ഒരു കൂട്ടർക്ക് ഉടമാവകാശം നിഷേധിക്കപ്പെട്ട കാലം. അതുകൊണ്ടാണല്ലോ ഭൂപരിഷ്കരണത്തിൽ ഭൂമി വരമ്പത്ത് നിൽക്കുന്ന കുടിയാന്മാർക്ക് കിട്ടിയപ്പോ പാടത്ത് പണിയെടുക്കുന്ന പാവപ്പെട്ട കർഷകർക്ക് ഭൂമി നിഷേധിക്കപ്പെട്ടു. എന്താ കാരണം? അവർ ഒരിക്കലും തന്നെ ഉടമകളാവരുത്. അവർ കർഷകരായിട്ട് ജീവിക്കണം. അവരുടെ പണി തോട്ടിക്കാരന്റെ മകൻ തോട്ടിപ്പണിയെടുത്താൽ മതി. അവന് പഠിക്കാൻ പാടില്ല, ഭൂമിയുടെ ഉടമയാവാൻ പാടില്ല, അവന് ജോലി കിട്ടാൻ പാടില്ല, ഉന്നതനാവാൻ പാടില്ല. ആയാലെന്താ? റിട്ടയർ ആകുമ്പോ ചാണകം തെളിച്ച് കഴുകി ശുദ്ധീകരിക്കും. അങ്ങ് ഉഗാണ്ടയിലല്ല, നമ്മുടെ കേരളത്തിൽ പിന്നെങ്ങനെ അത്തരം ഒരു പ്രത്യയശാസ്ത്രത്തെ പ്രതിനിധീകരിക്കുന്ന BJPക്ക് എങ്ങനെയാണ് കേരളത്തിന്റെ ഭൂമി പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയുക? ഇവിടെ നടന്ന സമരങ്ങളോട് സ്വീകരിച്ച നിലപാടെന്താ? UDF മുത്തങ്ങ സമരത്തെ വെടിവെച്ചു കൊന്നു ഒരാദിവാസിയെ. VS അച്യുതാനന്ദൻ ജനങ്ങളുടെ നേതാവ് എന്ന് നമ്മൾ പോലും പറഞ്ഞു പോകാറുണ്ട്. പക്ഷെ അദ്ദേഹം ചങ്ങര സമരത്തെക്കുറിച്ച് പറഞ്ഞതോ അവർ റബ്ബർ മോഷ്ടിക്കാൻ വന്നതാണ് എന്നാണ്. എന്നിട്ട് CPM-കാർ എന്ത് ചെയ്തു? സമരം നടത്തുന്ന പാവപ്പെട്ട ദലിതർക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തപ്പോ അവർ തടഞ്ഞു വെച്ചു, ആ മരുന്ന് തടഞ്ഞു വെച്ചു. അങ്ങനെ ഉപരോധിച്ച് പാവപ്പെട്ട ഭൂസമരക്കാരെ ഇഞ്ചിഞ്ചായി കൊല്ലുകയായിരുന്നു CPM-ന്റെ പ്രവർത്തകർ ചെയ്തത്. അവിടെ സമരം നടത്തുന്നവർക്ക് ഇന്നും ഒരു തുണ്ട് ഭൂമി കൊടുക്കാൻ തയ്യാറാകാത്തവർ, ഒരു ടോയ്ലറ്റ് പോലും പഞ്ചായത്തിൽ നിന്ന് കിട്ടാത്തവർ, കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയാത്തവർ, ആ ജനതയ്ക്ക് ഒരു സെന്റ് ഭൂമി പോലും കൊടുക്കാത്തവർ ഇവിടെ സങ്കടപ്പെടുകയാണ്. 77 മുമ്പ് കുടിയേറിയവർക്ക് ഇപ്പോഴും പട്ടയം കൊടുത്തിട്ടില്ല. ടാറ്റ ഇല്ലെങ്കിൽ മൂന്നാർ ഉണ്ടാകുമായിരുന്നില്ല. ഹാരിസൺ ഇല്ലെങ്കിൽ വയനാടും പത്തനംതിട്ടയും ഉണ്ടാകുമായിരുന്നില്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യം. ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയാ, നിങ്ങളെന്തായി പറയുന്നത്? ടാറ്റ ഉള്ളത് കൊണ്ടല്ലേ നമ്മുടെ മൂന്നാർ അവിടെ നിലനിൽക്കുന്നത്? അവരുടെ മനോഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെയും ഭരണാധികാരികളുടെയും നിലപാട്. വെൽഫെയർ പാർട്ടി ഇതിനെ സമീപിക്കുന്നത് ഇത് മനുഷ്യന്റെ സോഷ്യൽ സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. എനിക്കൊരു ഭൂമിയുണ്ട്, ആ ഭൂമിയിൽ ഒരു വീടുണ്ട് എങ്കിലോ ഞാൻ സ്വസ്ഥമായിട്ട് ഉറങ്ങുമെങ്കിൽ എന്റെ മക്കൾ പഠിക്കും, എന്റെ മക്കളും എന്റെ കുടുംബവും സാമൂഹികമായിട്ട് വളരും, ഉയരും. അങ്ങനെ വരുമ്പോ നാട്ടിൽ പുരോഗതി ഉണ്ടാകും. ഭൂമിയില്ലെങ്കിലോ, പുറമ്പോക്ക് ഭൂമിയിലാണെങ്കിലോ, വീടില്ലെങ്കിലോ എന്താ സംഭവിക്കുക? തെരുവിൽ കഴിയുന്ന ഒരു സമൂഹത്തിന് പഠിക്കാൻ കഴിയുമോ? അവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുമോ? അവർക്ക് ഉയർന്നു ചിന്തിക്കാൻ അവസരം കിട്ടുമോ? അവർ ഈ സമൂഹത്തിൽ അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ്, സാമൂഹ്യമായ പദവി എന്തായിരിക്കും? അതുകൊണ്ട് ഞങ്ങൾ ഭൂമിയുടെ പ്രശ്നത്തെ കാണുന്നത് സാമൂഹ്യ പദവിയുമായി ബന്ധപ്പെട്ടാണ്. കേരളത്തിലെ എല്ലാ പൗരന്മാർക്കും ചവിട്ടു നിൽക്കാൻ മണ്ണും വീടും വേണം. കർഷകരായ ആളുകൾക്ക് ഏക്കർ കണക്കിന് ഭൂമി കൃഷിക്ക് കൊടുത്താൽ കൃഷിയുണ്ടാകും എന്നാണ്. അപ്പോൾ സാമൂഹികമായ അവസ്ഥയുമായി ബന്ധപ്പെടുത്തി, പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട്, കൃഷിഭൂമിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ ഇന്ത്യയിലെ സാമൂഹിക വ്യവസ്ഥ ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ സാമൂഹിക വ്യവസ്ഥയാണ് ദലിതർക്കും ആദിവാസികൾക്കും പിന്നാക്ക ഭൂമി വിഭാഗങ്ങൾക്കും ഭൂമി നിഷേധിക്കപ്പെട്ടത്. പ്രത്യേകിച്ചും ദലിതർക്ക് ഭൂമി നിഷേധിക്കപ്പെട്ടത്. ആദിവാസിയുടെ ഭൂമി മറ്റുള്ളവർ കൈയടക്കിയതാണ്. ദലിതന് ഭൂമി പണ്ടേ കൊടുത്തിട്ടില്ല. അത് ഒരു ഫ്യൂഡൽ കൊളോണിയൽ കാലഘട്ടത്തിന്റെ സൃഷ്ടിയാണ് ദലിതന്റെ ഭൂമി നിഷേധമെങ്കിൽ. ഒരു ജനാധിപത്യ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ എന്ത് ചെയ്യണം? അത് തിരുത്തണം. അഥവാ ദലിതർക്ക് ഭൂമി കിട്ടാതെ പോയത് അവർ താഴ്ന്ന ജാതിക്കാരായതുകൊണ്ടാണ്, അത് അവർക്ക് നിഷേധിച്ചതാണ്. അപ്പോൾ ഒരു ജനാധിപത്യ ഗവൺമെന്റ് എന്ത് ചെയ്യണം? ഇവിടെയുള്ള ഭൂമിയൊക്കെ എടുത്തിട്ട് അവർക്ക് കൊടുക്കണം. എന്നിട്ട് അവർക്ക് വീട് വെക്കാനും അവർക്ക് വളർന്ന് വലുതാകാനും സാധിക്കണം. അപ്പോഴല്ലേ കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാവുകയുള്ളൂ. കുറെ ആളുകൾക്ക്, രണ്ടാൾക്ക് താമസിക്കാൻ ഒരു വലിയ ഒരുപാട് വീടുകളും ഏക്കർ കണക്കിന് ഭൂമിയും, കൃഷി നടത്താത്തവന് ഏക്കർ കണക്ക് ഭൂമിയും, കൃഷി നടത്തുന്നവനോ അവനൊരു തുണ്ട് ഭൂമി പോലുമില്ല. ഇങ്ങനെയുണ്ടോ ഒരു കേരളം? അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഈ കേരളത്തെ നമ്മൾ പരിവർത്തിപ്പിക്കേണ്ടത്, ഈ ഭൂമിയുടെ പ്രശ്നത്തെ ഞങ്ങൾ കാണുന്നത് കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് സാമൂഹിക വ്യവസ്ഥയിൽ ഇടപെട്ടുകൊണ്ട്, പരിസ്ഥിതിയെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, കൃഷിഭൂമി സംരക്ഷിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ സാമൂഹ്യ വ്യവസ്ഥയെ വിചാരണ ചെയ്തും ചോദ്യം ചെയ്തുമാണ് കേരളത്തിന്റെ ഭൂമി പ്രശ്നത്തെ വെൽഫെയർ പാർട്ടി ഉയർത്തുന്നത്. ഇന്നലെ മിഞ്ഞാന്നും ഞങ്ങൾ തിരുവനന്തപുരത്തായിരുന്നു. 2 ദിവസം ലാൻഡ് സമ്മിറ്റ് നടത്തി. കേരള ലാൻഡ് സമ്മിറ്റ് കേരളത്തിന്റെ ഭൂസമര ചരിത്രത്തില് പ്രായോഗിക സമീപനങ്ങളുടെ നടക്കാൻ പോകുന്ന നിയമനിർമ്മാണത്തിന്റെ ഒരു പുതിയ അധ്യായം വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ തുന്നിച്ചേർത്ത് കഴിഞ്ഞിരിക്കുകയാണ്.
ഞങ്ങൾ പറയുന്നത് ഇപ്പോഴുള്ള ഭൂനിയമവുമായിട്ട് പോയാൽ കോടതിയിൽ ഹാരിസനും ടാറ്റയും ജയിച്ചുകൊണ്ടേയിരിക്കും, നമ്മുടെ ഗവൺമെന്റ് തോറ്റുകൊണ്ടേയിരിക്കും, തോൽക്കാൻ വേണ്ടി പോകുന്നത് കൊണ്ട് പ്രത്യേകിച്ച് തോറ്റുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇനി ഭൂപ്രശ്നത്തില് നിയമനിർമ്മാണം നടത്തണം. സമഗ്രമായ നിയമനിർമ്മാണം, സമഗ്രമായ ഭൂപരിഷ്കരണത്തിന് നിയമം നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ 2 ദിവസം അക്കാഡമിസ്റ്റുകള്, അതേപോലെ തന്നെ ആക്ടിവിസ്റ്റുകള്, സാമൂഹ്യശാസ്ത്ര വിദഗ്ധന്മാര്, ഭൂമിയുമായി ബന്ധപ്പെട്ട നിയമവിശാദരന്മാർ എല്ലാവരും കൂടി 2 ദിവസം ചർച്ച നടത്തി. ഇനി അതിനുശേഷം നിയമവിദഗ്ധന്മാർ ഒരുമിച്ച് കൂട്ടി. അതുകൊണ്ട് ഞങ്ങൾ നിയമം നിർമ്മിക്കും. ആ നിയമം ഗവൺമെന്റിന് മുമ്പിൽ സമർപ്പിക്കും, ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കും, മീഡിയകളുടെ മുമ്പിൽ സമർപ്പിക്കും. ആ നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള പ്രക്ഷോഭം ഇനിയുള്ള കാലങ്ങളിൽ കേരളത്തിൽ വെൽഫെയർ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുക. വളരെ സന്തോഷം. പ്രത്യേകിച്ചും ഇവിടെ വന്ന ബഹുമാന്യരായ ഭൂമി കൊടുക്കാൻ സന്മനസ് കാണിച്ച അവരെ തീർച്ചയായിട്ടും നമ്മൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അവരുടെ സന്മനസ് വളരെ പ്രധാനമാണ്. കോടതി കയറിയിറങ്ങാൻ തീരുമാനിച്ചാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് ഇവിടെയുള്ള നിയമം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പറയുന്നു. പക്ഷെ നിയമത്തിന് വിട്ടുകൊടുക്കാതെ മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് ബഹുമാന്യരായ അവർ നമുക്ക് ആ ഭൂമി തന്നിരിക്കുകയാണ്. വെൽഫെയർ പാർട്ടി അതിന് മുൻകൈയെടുത്തിരിക്കുകയാണ്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. കേരളത്തിലെ മുഴുവൻ ഭൂരഹിതർക്കും ഭൂമിയും വീടും ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഭൂമി കിട്ടിയവരോട് പ്രത്യേകിച്ചും പറയാനുള്ളത്, അത് ആധാരം കിട്ടിയവരോട് പറയാനുള്ളത്, ഭൂമി കിട്ടാത്ത ആളുകൾക്കൊക്കെ ഭൂമി കിട്ടുന്നത് വരെ സമരം ചെയ്യണം. നമ്മൾ സമരം ചെയ്യാൻ വേണ്ടി നിങ്ങൾ വെൽഫെയർ പാർട്ടിന്റെ കൂടെ ഉണ്ടാവണം. ഞാൻ സൂചിപ്പിച്ചല്ലോ, 2000-ഓളം ആൾക്ക് ഭൂമി വാങ്ങിച്ചു കൊടുത്തു. കല്ലടത്തണ്ണയിൽ നമ്മൾ ചെങ്ങറയിൽ ഭൂമി കിട്ടാത്തവർക്ക് വരെ നമ്മൾ ഭൂമി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കഴിയും. നമ്മൾ സമരം ചെയ്ത് വാങ്ങണം. അന്യായമായി നമ്മളൊന്നും ചോദിക്കൂല, അക്രമത്തിന്റെ മാർഗം സ്വീകരിക്കൂല. സമാധാനത്തിന്റെ വഴികളിലൂടെ സമരങ്ങളും സമ്മർദ്ദങ്ങളുമായിട്ടാണ് വെൽഫെയർ പാർട്ടി പോവുക. സത്യസന്ധമായ മാർഗമാണ് സ്വീകരിക്കുക. കാരണം നമ്മൾ വാല്യൂ ബേസ്ഡ് പൊളിറ്റിക്സ്, മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. നിങ്ങളെല്ലാവരും നമ്മളോടൊപ്പം ചേർന്നാൽ ഇനി ഭൂമി ഇല്ലാത്തവർക്കൊക്കെ നമുക്ക് ഭൂമി വാങ്ങിച്ചു കൊടുക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് കേരളത്തിലെ ഭൂരഹിതർക്ക് വേണ്ടി ഒറ്റക്കെട്ടായി നിന്ന് നമുക്ക് പൊരുതാം. അഭിവാദ്യങ്ങൾ. അരനൂറ്റാണ്ടുകാലമായിട്ടുള്ള അനിശ്ചിതത്വത്തിന് അറുതി വരുത്തിക്കൊണ്ട് ഭൂ ഉടമസ്ഥ രേഖ കൈമാറ്റം ചെയ്ത് ഈ സദസ്സിനെ അഭിസംബോധനം ചെയ്ത കേരളത്തിലെ ഭൂ പോരാട്ടങ്ങളുടെ മുന്നണി പോരാളിയും വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റുമായ ഹമീദ് വാണിയമ്പലത്തിന് ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു.